ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് വിലയ്ക്ക് വാങ്ങാൻ ഒരു ലോകശക്തി ഇറങ്ങി പുറപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാകും? കേൾക്കുമ്പോൾ അതിശയം തോന്നാം. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു, ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം. വെറുതെ ചോദിക്കുകയല്ല, തടസ്സം നിൽക്കുന്നവർക്ക് മേൽ കനത്ത സാമ്പത്തിക ഉപരോധവും നികുതിയും ചുമത്തുമെന്നാണ് ഭീഷണി. എന്നാൽ ട്രംപിന്റെ ഈ താരിഫ് വിരട്ടൽ കണ്ട് യൂറോപ്പ് ഭയന്നോടിയിട്ടില്ല. പകരം ഗ്രീൻലാൻഡിന്റെ മണ്ണിൽ ഫ്രഞ്ച് സൈന്യം പറന്നിറങ്ങിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ലോകശക്തികൾ ഗ്രീൻലാൻഡിനായി കൊമ്പ് കോർക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറാണെന്നാണ് ട്രംപിന്റെ പരസ്യ പ്രഖ്യാപനം. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഞങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്നാൽ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഈ ദ്വീപിനെ ചൊല്ലി ട്രംപ് ഉയർത്തുന്ന ഭീഷണിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബ്രിട്ടനും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയത്. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും യൂറോപ്പ് മറുപടി നൽകിയിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഒരു പടി കൂടി കടന്ന് തന്റെ സൈന്യത്തെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചിട്ടുണ്ട്. ഫ്രഞ്ച് സൈനികരുടെ ആദ്യ സംഘം ഇതിനകം ഇവിടെ എത്തിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കര, വ്യോമ, നാവിക സേനകളുടെ വൻ സന്നാഹം തന്നെ ഗ്രീൻലാൻഡിൽ തമ്പടിക്കും. അമേരിക്കയുടെ അനാവശ്യ കടന്നുകയറ്റത്തെ ചെറുക്കുമെന്ന വ്യക്തമായിട്ടുള്ള സിഗ്നലാണിത്. എന്തുകൊണ്ടാണ് ട്രംപ് ഗ്രീൻലാൻഡിനായി ഇത്രയധികം വാശി പിടിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. അവിടുത്തെ അമൂല്യമായിട്ടുള്ള ധാതുശേഖരം. ലോകത്ത് ഇനിയും ഖനനം ചെയ്തെടുക്കാത്ത അപൂർവ ധാതുക്കളാൽ സമ്പന്നമാണ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കിന് ഈ ദ്വീപിന് വേണ്ടത്ര സുരക്ഷ നൽകാൻ കഴിയുന്നില്ല എന്നും അതിനാൽ അമേരിക്ക അത് ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഈ വാദത്തെ ഡെൻമാർക്ക് പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് ഡെൻമാർക്ക് വിദേശകാര്യ മന്ത്രി ലാർസ ലോക്കെ റാസ്മുസൻ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുള്ളത്. നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്തെക്കുറിച്ച് അമേരിക്ക ഇത്തരമൊരു ആശങ്ക ഉയർത്തുന്നത് വിചിത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ. ട്രംപിന്റെ ഈ നീക്കം അമേരിക്കയ്ക്കുള്ളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് വഴിതെളിച്ചിരിക്കുന്നത്. അമേരിക്കൻ ജനതയുടെ വികാരമല്ല പ്രസിഡന്റ് പ്രകടിപ്പിക്കുന്നതെന്ന് ഡെമോക്രാറ്റിക് സെനറ്റർ ഡിക് ഡർബിൻ തുറന്നടിച്ചു. തങ്ങളുടെ സഖ്യകക്ഷികളെ സമാധാനിപ്പിക്കാൻ 11-അംഗ US കോൺഗ്രസ് പ്രതിനിധി സംഘം ഡെൻമാർക്ക് പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി കഴിഞ്ഞു. മറുഭാഗത്ത് ശനിയാഴ്ച ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിലും വൻ ജനകീയ പ്രതിഷേധങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപിന്റെ അധികാരമോഹങ്ങൾക്കെതിരെ നുക്ക് മുതൽ കോപ്പൻഹേഗൻ വരെ പ്രതിഷേധക്കടലായി മാറും എന്ന് കണക്കുകൂട്ടലുകൾ വരുന്നുണ്ട്. വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലിവിറ്റ് പറയുന്നത് ഈ സൈനിക നീക്കങ്ങളൊന്നും തന്നെ ട്രംപിന്റെ തീരുമാനത്തെ ബാധിക്കില്ല എന്നാണ്. അതായത് ഈ തർക്കം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള ട്രംപിന്റെ ഒരു തന്ത്രമാണോ ഇത് എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. അതോ ആഗോള പ്രതിരോധ മേഖലയിലെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകുമോ ഈ സംഭവമെന്നും പലരും കരുതുന്നുണ്ട്. ഡെൻമാർക്കും അമേരിക്കയും തമ്മിലുള്ള ഈ നയതന്ത്ര യുദ്ധം എങ്ങോട്ട് നീങ്ങുമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.